ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന കണ്ണൂർ ചൊറുക്കള ബാവുപറമ്പ് റോഡിലൂടെയുള്ള യാത്ര സാഹസികമാണ്. 2 കിലോമീറ്ററോളം ദൂരത്തിൽ കുഴികൾ എണ്ണിയാൽ തീരില്ല. ഇരുവശങ്ങളിലും ചെളി നിറഞ്ഞ് യാത്ര ദുസ്സഹമായിരിക്കുകയാണ്. CPIM സംസ്ഥാന സെക്രട്ടറി കൂടിയായ തളിപ്പറമ്പ് MLA MV ഗോവിന്ദൻ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. പാഠം 1 കുഴിയിൽ വീഴാതെ എങ്ങനെ സ്കൂളിലെത്താം. പാഠം 2 ചെളി പുരളാതെ എങ്ങനെ യൂണിഫോം നന്നായി നോക്കാം. പാഠം 3 സ്കൂളിൽ നിന്ന് തിരിച്ചെത്തിയാൽ ചെളിയിൽ കുടുങ്ങാതെയും കുഴിയിൽ മുങ്ങാതെയും വീട്ടിലെത്തണം. തളിപ്പറമ്പ് ബാവുപറമ്പിലൂടെ കടന്നു പോകുന്ന സ്കൂൾ കുട്ടികൾ പഠിക്കേണ്ട ആദ്യ പാഠം ഇപ്പോൾ ഇതൊക്കെയാണ്. ഈ കൊച്ചു കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ എന്ത് ബുദ്ധിമുട്ട്. ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ ഹൈവേയിൽ പണിയെടുക്കുന്നത് കൊണ്ട് ഉള്ള ടോറസ് വാഹനങ്ങളും ഹൈവേ വാഹനങ്ങളും മുഴുവൻ ഇതിലേ കൂടിയാണ് പോകുന്നത്. ചില സമയത്ത് ഞങ്ങൾ ഈ കുഴിയിലോട്ട് ഈ ഓട്ടോറിക്ഷ ചാടിച്ചിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഈ കുട്ടികളെ കൊണ്ട് ജീവൻ പണയം വെച്ചിട്ടാണ് പോകുന്നത്. മനുഷ്യൻ വഴിയെടുക്കണ്ടേ. വാഹനങ്ങളിലാണ് വാഹനങ്ങളിൽ പോകും, ചെളിയാവുള്ളൂ. മനുഷ്യന് ഈ റോഡിൽ കൂടെ വഴി നടക്കണ്ടേ, 2 സൈഡിലെ കൂടെ. കുഴികൾ മാത്രമല്ല, റോഡിന്റെ ഇരുവശത്തുമുള്ള ചെളിയും വലിയ ഭീഷണിയാണ്. കഴിഞ്ഞ ജനുവരിയിൽ ടാർ ചെയ്ത റോഡ് ഈ അവസ്ഥയിലായത് ആരും കൂടോത്രം വെച്ചിട്ടല്ലെന്ന് നാട്ടുകാർ തന്നെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനോട് പറയും. ടാറായിട്ട് എനിക്കൊന്നൊരു 6 മാസം ആയിട്ടുണ്ടാവില്ല, അത്രയുണ്ടല്ലോ. ഒരു ഡിസംബർ ജനുവരി സമയത്ത് ആയിട്ടില്ല. ആ സമയത്തൊക്കെ ഞാൻ ഇതിൽ കൂടെ പോകുന്നുണ്ടായിന്. ഇത് എല്ലാ കൊല്ലം ഒരു നേർച്ച നാടകം നന്നാ പറയേണ്ടെന്ന് അറിയില്ലായിരുന്നു. എല്ലാ കൊല്ലം ഒരു കുയ്യടക്കലാണ് ഈ സംഭവം. അത് മഴക്കാലത്ത് ഇതുപോലെ പൊട്ടിപ്പൊളി. CPIM സംസ്ഥാന സെക്രട്ടറി കൂടിയായ തളിപ്പറമ്പ് MLA MV ഗോവിന്ദന്റെ മണ്ഡലത്തിലാണ് ഈ ദുരവസ്ഥ. ഭരണകക്ഷിയുടെ പ്രധാന നേതാവ് പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിലെ ഈ ദുരിതയാത്ര അസഹനീയം തന്നെ. MV ഗോവിന്ദൻ മാഷെ ഒരു നിയോജക മണ്ഡലം പുള്ളി ഭാഗത്ത് തിരിഞ്ഞു നോക്കാറില്ല. ഈ നിയോജക മണ്ഡലം നടക്കുന്ന പോലും അറിയാറില്ല. അതാണ് ഏറ്റവും പ്രശ്നമായ സംഭവം. വിദ്യാർത്ഥികൾ രാവിലെ യൂണിഫോം ഇട്ട് വന്നാൽ കുട്ടികൾ നടന്ന് ചളി തെറിച്ചിട്ട് സ്കൂളിൽ പോകാതെ തിരിച്ചു പോകേണ്ട അവസ്ഥയിലാണ് ഉള്ളത്. മട്ടന്നൂർ വിമാനത്താവളത്തിലേക്കുള്ളതാണ് ഈ പ്രധാനപ്പെട്ട റോഡ്. മഴക്കാലം തുടങ്ങിയതേയുള്ളൂ. കുറച്ചുകൂടി കഴിഞ്ഞാൽ ദുരിതയാത്ര ദുരന്തമാകും. അപകടത്തിന് കാത്തു നിൽക്കാതെ താൽക്കാലിക പരിഹാരമെങ്കിലും ഉടനടി ഉണ്ടാക്കണം. റിപ്പോർട്ടർ, കണ്ണൂർ.